എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. അവള് ലക്ഷ്യം മാത്രം പറഞ്ഞു കൊടുത്തു. എന്നാൽ അതിലേക്കുള്ള വഴി അവൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. അതിനൊരു തീപ്പൊരി വേണം. ഒരാനയെ നീ കൊല്ലണം. അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോകില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. പാവങ്ങളുടെ ചുടുരക്തം കുടിക്കുന്ന നിർദ്ദയരായ ഭൂതങ്ങൾ, സ്വന്തം ശവമഞ്ചം സ്വയം ചുമന്നു നടക്കുന്ന ശപിക്കപ്പെട്ട ജന്മങ്ങൾ, സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം, മാഹാത്മ്യമേറിയ ഒരമ്മയിൽ നിന്നുള്ള മകന്റെ ജനനം. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. പൊയ്ക്കോ, ഒറ്റയ്ക്ക് പോ. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളി കത്തിക്കൊണ്ടിരിക്കും. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നന്നാത്രാണ് പടകളിവേ. He is the biggest criminal. He is the biggest businessman. This is the biggest national issue. അവരോടെല്ലാം പറ, ഞാൻ വരുന്നത് എന്റെ KGF വീണ്ടെടുക്കാൻ. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.